കുറച്ച് ലേറ്റായി പോയോ? ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞോ? എന്നാലേ ഞാനൊരു റെസിപ്പി പറഞ്ഞുതരാം. ഇത് ഉമ്മാൻ്റെ സ്പെഷ്യലാണ്. അര കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു കപ്പിലേക്ക് തേങ്ങയും ഒരു 5-6 ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് ചെറിയ ജീരകവും ചേർത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നോട്ട് ദി പോയിന്റ്, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി, അരച്ചെടുക്കണ്ട. എൻ്റെ അത് കുറച്ച് അരിഞ്ഞൊഴിക്കുമോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി, ഞാൻ പുട്ടിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂന്തലിൻ്റെ വാലില്ലേ, പുറമേ കാണുന്ന ഈ ഒരു വാല് പോലത്തെ സാധനം, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ ഒരു കഷ്ണം കൂന്തൽ കട്ട് ചെയ്തിട്ടിട്ടാലും മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത കൂന്തലിലേക്ക് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒരു ഹാഫ് പോർഷൻ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതായത് പകുതി ഭാഗം മാത്രം ഫില്ല് ചെയ്താൽ മതി. കൂന്തൽ ആവിമിലിട്ട് വേപ്പിക്കുന്ന സമയത്തെ ഇതൊന്ന് ടൈറ്റ് ആവും. അപ്പോഴേ നമ്മൾ അരി നിറച്ചത് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്താവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ തലയും കൂടിയും വെച്ചിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ട് നമുക്ക് ആവിമിലിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കാം. കൂന്തൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കല്ലുംകായൊക്കെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് തന്നെ മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്യാം. പിന്നെ ഇതേപോലെ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണൻ്റെ അകത്ത് മുളക് പൊടി, മഞ്ഞൾ, കുറച്ച് ഗരം മസാല, ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കൂന്തൽ അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യണേ, ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഒരു 5 മിനിറ്റ് കൂടുതൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആവും. അവിടെ ആകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ഓക്കെയാണ്. നമ്മളെ കല്ലുംകായിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ, അതൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.